Watch India's largest kids library only on Jio Hotstar. Download the app now. ഗുരു, എന്നാ നമുക്ക് തുടങ്ങാം. ഒരു ഇര വരുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട ചെടിയെ, നിനക്ക് സുഖമല്ലേ? എന്റെ പൊന്ന ചെടിയെ, നീ എത്രയും വേഗം വലുതാവുക. നിന്നിൽ ഉണ്ടാവുന്ന പഴങ്ങളും വളരെ രുചിയുള്ളതായിരിക്കും. ബാബസ്വാമി ചെടിയുമായിട്ട് എന്തോ സംസാരിക്കുന്നത്? കുഞ്ഞേ, ഇത് മനസ്സുകൾ തമ്മിലുള്ള ബന്ധമാണ്. ചെടിക്ക് സംസാരിക്കാൻ കഴിയില്ലെന്ന് വെച്ച് എന്താ കുഴപ്പം? ചെടിക്ക് കേൾക്കാൻ സാധിക്കുമല്ലേ? പക്ഷേ ഇത് എങ്ങനെ സംഭവിക്കും ബാബസ്വാമി? ഇതിനോട് വളരാൻ പറഞ്ഞാൽ ഇത് വളരെ വേഗം വലുതാവട്ടെ, ഇത് വലുതാവട്ടെ, വലുതാവട്ടെ. നോക്ക്, വളർന്നത് കണ്ടില്ലേ? ഇതെന്താണ് ബാബസ്വാമി? കുറച്ചു മുമ്പേ നോക്കുമ്പോ ഇത് വളരെ ചെറുതായിരുന്നല്ലോ. പക്ഷേ ഇപ്പോൾ ഈ ചെടി പെട്ടെന്ന് എങ്ങനെയാണ് വലുതായത് സ്വാമി? അതാ ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് മനസ്സുകൾ തമ്മിലുള്ള ബന്ധമാണെന്ന്. ചെടികളോട് സംസാരിച്ച് അവയെ സന്തോഷിപ്പിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വളരാൻ കാരണമാകുന്നു. ചെടികളുമായി സംസാരിക്കുന്ന സ്വാമി വിജയിക്കട്ടെ. സ്വാമി എനിക്കും ഒരു ചെടി തരൂ. ഞാനും ചെടിയുമായി ഒന്ന് സംസാരിക്കട്ടെ. എന്നിട്ട് അതിനെ വലുതാക്കിക്കോളാം. പക്ഷേ ചെടി കുറച്ച് കോസ്റ്റ്ലിയാണ്. ഒരു ചെടിയുടെ വില 10,000 രൂപയാണ്. ഇന്ന് സ്വാമി നിങ്ങൾ ചോദിച്ച 10,000 രൂപ. ഏയ്. പത്ലു, അല്ല, നീ ഈ ചെടി എവിടെന്നാ വാങ്ങിക്കൊണ്ടുവന്ന്? നഴ്സറിയിൽ നിന്നാണോ? ഞാനിതിന് 10,000 രൂപ കൊടുത്ത് വാങ്ങിച്ചതാണ്. ഇതിനോട് നമ്മൾ എന്തുമാത്രം നേരം സംസാരിക്കുന്നോ അതിന് മാത്രം ഉയരത്തിൽ ഇത് വളരുകയും ചെയ്യും. ഇതിന്റെ പേരാണ് ഹരിയ. ഇപ്പൊ എനിക്ക് മനസ്സിലായി മോട്ടു, നീ വീണ്ടും ഏതോ ഒരു കള്ള സന്യാസിയുടെ അടുത്ത് പോയി കുടുങ്ങിപ്പോയെന്നാ. ചെടിയോട് സംസാരിച്ചിട്ട് എങ്ങനെ വളരാനാ? നീ വേണേ കണ്ടോ, നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും ഇത് ഇതിനേക്കാളും കുറച്ചുകൂടെ വലുതായിട്ടുണ്ടാവും. എന്നാ ശരി, ഞാൻ പോയിട്ടൊന്ന് കിടന്നുറങ്ങാൻ നോക്കട്ടെ. നീ വേണമെങ്കിൽ കിടന്നുറങ്ങിക്കോ. ഓക്കേ? ഹരിയ, നിനക്കും നല്ല ദാഹമുണ്ടാവും അല്ലേ? ശുഭരാത്രി ഹരിയ, ഉറങ്ങിക്കോളൂ. വേഗം വേഗം വലുതാവൂ ഹരിയ. പത്തുലു, വേഗം എഴുന്നേക്ക്, വേഗം എഴുന്നേക്ക്. നമ്മുടെ ഹരിയ വലുതായി കണ്ടോ? ഇതൊരിക്കലും സംഭവിക്കാൻ വഴിയില്ല. 4 അടി ഒരിക്കലും വളരില്ല. പത്തുലു, നിനക്ക് ഭയങ്കര ബുദ്ധി എന്നാണ് വിചാരം? ഞാൻ എന്റെ ഈ ഹരിയുമായി ചേർന്ന് സമൂസ കഴിച്ചിട്ട് വരാം. ഹരിയ, നീ ഇവിടെ ഇരുന്നോളേ. ഹരിയ, ഇതാണ് നമ്മുടെ ചായക്കട ചേട്ടന്റെ കട. മുഴുവൻ ഫുർഫുറി നഗരത്തിലെ ആൾക്കാരും ഇവിടെ വന്നിട്ടാണ് സമൂസ കഴിക്കാറുള്ളത്. അതുകൊണ്ട് നീ ഇവിടുത്തെ സമൂസ ഒന്ന് കഴിച്ചു നോക്ക്, നന്നായിട്ടുണ്ടാവും. വീണ്ടും കഴിക്കുന്നേ ചായക്കട ചേട്ടാ. വേഗം നല്ല ചൂടുള്ള സമൂസകൾ കുറച്ചിങ് എടുത്തോ. എന്റെ മോട്ടു, നിന്റെ തലയ്ക്ക് അസുഖമൊന്നും ഇല്ലല്ലോ. തനിയെ ഇരുന്ന് ആരോടാ സംസാരിക്കുന്നത്? എന്റെ ചായക്കട ചേട്ടാ, ഞാൻ ഈ ചെടിയായിട്ടല്ലേ സംസാരിക്കുന്നത്. നിങ്ങൾ വേണേ കണ്ടോ, ഇത് വലുതായി വലുതായി വരുന്നത്. നോക്കിക്കോ. അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ലല്ലോ. പൊളിച്ചെടുത്തല്ലോ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഞാൻ ഇങ്ങനൊരു സംഭവം കണ്ടിട്ടേ ഇല്ല. എന്റെ അമ്മോ, മോട്ടൂനെ ശരിക്കും ആരോ മണ്ടനാക്കിയിരിക്കാണ്. മണ്ടൻ 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 മണ്ടൻ. പത്തിലും വന്നല്ലോ. എന്റെ പത്തിലും ഈ ചായക്കട ചേട്ടൻ വിശ്വസിക്കുന്നില്ല എന്റെ ഹരിയെ സംസാരിച്ചോണ്ടിരുന്ന വലുതാവുന്നുള്ള കാര്യം. എന്റെ പത്ലു, നീ തന്നെ ഇത് പറ. ഇവൻ എന്തായി പറ്റിയത് കാലത്ത് തൊട്ട്? ഞാൻ ചെയ്യാൻ പോകുന്നത് കണ്ടോ?
അല്ല ഈ കല്ലിപ്പോ എവിടെന്നാ വന്ന് വീണത്? ബ്രോ അങ്ങോട്ട് നോക്ക്. ആ എല്ലാവരും അങ്ങോട്ട് വരൂ, അവിടെ പോയി നോക്കാം. പൊളിച്ചേ, ഇങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ. എന്ത് നല്ല ഭംഗിയുള്ള പഴങ്ങളാണ് ഇതിൽ ഉണ്ടായിരിക്കുന്നതെന്ന്. വിജയിക്കട്ടെ, ചെടികളുമായി സംസാരിക്കുന്ന ബാബ വിജയിക്കട്ടെ. നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴേക്ക് ചെടിയിൽ മാമ്പഴമൊക്കെ വന്നോ. ഇതിലെന്തോ പ്രശ്നമുണ്ട്. ബോക്സർ ചേട്ടാ കണ്ടോ, എന്റെ ചെടി എന്തുമാത്രം വലുതായിരിക്കുന്നുണ്ടെന്ന്. മാത്രമല്ല ഇതിൽ നിന്ന് നല്ല മധുരമുള്ള മാമ്പഴവും കിട്ടാൻ തുടങ്ങി. കഴിക്കുന്ന ഒന്നിന് 10,000 രൂപയേ ഉള്ളൂ. അങ്ങനെയാണോ? ശരി, ഇന്നാ പിടിച്ചോ 10,000 രൂപ. ഞാനും ഒരു മാങ്ങ വാങ്ങിച്ചോളാം. എന്നാ പിടിച്ചോ 10,000 രൂപ. എനിക്കൊന്ന് വേണം. ഇന്നാ. മോട്ടു, എനിക്ക് പേടിയാവാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് അടി കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാ. മാമ്പഴം കഴിച്ചേക്കാം. സ്ലൈസ് ആക്കാം. ഇത് കട്ടാവുന്നില്ലല്ലോ. ഇത് എന്താ പറ്റിയത്? അയ്യോ, ഇത് പൊട്ടിയല്ലോ. ശരി, തിന്നെ. ഇത് മാമ്പഴമൊന്നുമല്ല, കല്ല്. കല്ലിൽ പെയിന്റ് അടിച്ച് വെച്ചിരിക്കുക. മോട്ടു, എന്റെ അമ്മോ മോട്ടു, നിനക്ക് ചുരുങ്ങിയത് 10 കൊല്ലങ്ങളിൽ ജയിലിനകത്ത് ഇരിക്കേണ്ടി വരും. വിടില്ല ഞാൻ. ചിങ്കം സാറേ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇത് മുഴുവനും ജോണിന്റെ പണിയാണ്. അവൻ മോട്ടുവിനെ വിഡ്ഢിയാക്കിയിരിക്കുകയാണ്. പത്തിലോ എന്തെങ്കിലും ചെയ്യൂ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? ഐഡിയ. ഡോക്ടർ ജഡ്ക, നിങ്ങൾ മോട്ടുവിന്റെ ചെടിയെ പോലെ വീണ്ടും ഒരു സ്പെഷ്യൽ ചെടി ഉണ്ടാക്കിയേ മതിയാകൂ. നോക്ക് ചായക്കട ചേട്ടാ, നോക്കൂ, എന്റെ ഹരിയെ പഴയതിനേക്കാളും വീണ്ടും നല്ലോണം വലുതായിരിക്കുകയാണ്. ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് വിശ്വാസമായോ ചെടിയുമായിട്ട് സംസാരിച്ചാ ഇത് വലുതാവുന്നുള്ള കാര്യം? മാത്രമല്ല ഇപ്പൊ ഇത് നല്ല മധുരമുള്ള മാമ്പഴം തരാനുള്ള സമയമായിരിക്കുന്നു. ഇന്നുണ്ടല്ലോ, ഞാനും എന്റെ ഹരിയും ഒരുമിച്ച് സമൂസ കഴിക്കാൻ പോവുകയാണ്. ഓഹോ, ഇത് സത്യമാണെങ്കിൽ ആ ചെടി തിരിച്ചു മേടിച്ചുകൂടായിരുന്നു. ഒരു പക്ഷേ അത് ദിവ്യശക്തി ഉള്ള ചെടിയായിരിക്കാം. ചിലപ്പോ നമുക്ക് അബദ്ധം പറ്റിയതായിരിക്കാം. വേഗം വാ. സുഖമാണ് മോട്ടു. എനിക്ക് എന്റെ ചെടികൾ ഇല്ലാതെ അങ്ങ് പറ്റുന്നില്ല. ദയവ് ചെയ്ത് എന്റെ ചെടികൾ എനിക്ക് തിരിച്ചു തരണം മോട്ടു. നീ നിന്റെ ആഗ്രഹവും ലക്ഷ്യവും എല്ലാം നിറവേറി കാണുമല്ലോ അല്ലേ? ഇല്ല ചെടി ബാബ സ്വാമി, നിങ്ങൾ എനിക്ക് ഈ ഹരിയെ എനിക്ക് മാത്രമായിട്ട് തന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇത് തിരിച്ചു തരില്ല. നിങ്ങൾ സിദ്ധിയുള്ള ബാബയല്ലേ, നിങ്ങൾക്ക് വേറെയും ഉണ്ടാക്കാലോ. നിങ്ങൾക്കൊരു മന്ത്രം പറഞ്ഞാൽ പോരെ, ഒരുപാട് ചെടികളെ ഉണ്ടാക്കാനും വളർത്താനും നിങ്ങൾക്ക് പറ്റുമല്ലോ. പിന്നെന്താ? എന്താ നിങ്ങൾ കാണിക്കുന്നത്? എന്നോടാണോ നിങ്ങളുടെ അഭ്യാസം കാണിക്കുന്നത്? എന്താ ഇത്? എന്റെ കാലം ഇത് പിടുത്തം വിടുന്നില്ലല്ലോ. ഓടിയാ പോലും വിടില്ലേ. രക്ഷിക്കണേ. എനിക്കൊരു കാര്യം മനസ്സിലായി. ബാബയെ ഈ ചെടി വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി മുതൽ ഞാൻ നിങ്ങൾ രണ്ടുപേരോടായിട്ടും സംസാരിക്കാം. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് വളർന്നോളൂ. വേണ്ട. എന്റെ ജോലി ചെടികളെ വളർത്തുന്നത് മാത്രമാ, അല്ലാതെ സ്വയം വളരുന്നതല്ല. എന്നെ ഇതിന്റെ അടുത്തത് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്ത്. സ്വാമി ഇത്രയും ചോദിക്കുന്നത് കൊണ്ട് ഞാൻ വേണമെങ്കിൽ ഒന്ന് പരിശ്രമിച്ചു നോക്കാം. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. ഓക്കെ.
ഇത് മോട്ടു ഇവന്മാരെ ബോംബ് എന്തായാലും പണി ചെയ്തോളൂ. വേണ്ട വേണ്ട ഇത് ഞാൻ കണ്ടെത്തി തരാം. വേണ്ട വേണ്ട, ബോംബ് വെക്കരുത്. പറയുന്നത് കേക്കു മോട്ടു, ബോംബ് വെക്കരുത്. ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചെടി വിൽപ്പനക്കാരനൊന്നുമില്ല. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട ജോണാണ്, ജോൺ ദി ഡോൺ. ഞാൻ വെറുതെ തമാശക്കല്ല ഇങ്ങനെയൊക്കെ കാണിച്ചത്. എന്റെ പൊന്ന് ചിങ്കം സാറേ, ഇനി സാറ് വേണം രക്ഷിക്കാൻ. വേറെ വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്റെ സാറെ ഒന്ന് രക്ഷിക്കുക പ്ലീസ്. Watch India's largest kids library only on Jio Hotstar. Download the app now.